ഓഗസ്റ്റ് 17 ജനകീയാസൂത്രണം ആരംഭിച്ചിട്ട് 30 വർഷം തികയുകയാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ നടന്ന ഏറ്റവും അടിസ്ഥാനപരമായ പരിഷ്കാരമായിരുന്നു ജനകീയാസൂത്രണമെന്ന് EMS തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിപുലമായ രീതിയിൽ ജനകീയാസൂത്രണത്തിൻ്റെ 30-ാം വാർഷികം ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുന്നതിന് ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കാൻ പോവുകയാണ്. അന്നത്തെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി മുതൽ ഇപ്പോഴത്തെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രി KM ഷാജി വരെയുള്ള തദ്ദേശഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് മന്ത്രിമാരും ഈ ഉന്നതാധികാര സമിതിയുടെ രക്ഷാധികാരികളായിരിക്കും. ഈ സമിതിക്ക് ഔപചാരികമായിട്ട് രൂപം നൽകുന്നതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 16 തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഹൈസ്കൂളിൽ വെച്ച് ഒരു ഏകദിന അധികാര വികേന്ദ്രീകരണ സംഗമം നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയും ശിവകുമാർ കൺവീനറുമായിട്ട് ഒരു സമിതി പ്രവർത്തിച്ചു വരികയാണ്. ഈ സമ്മേളനത്തിൽ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള 12 വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കും. പ്രാദേശിക തൊഴിലും സാമ്പത്തിക വികസനവും, കാലാവസ്ഥ വ്യതിയാനവും ദുരന്ത നിവാരണവും, ലിംഗനീതി, മതനിരപേക്ഷത, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, പുത്തൻ സാങ്കേതിക വിദ്യകളും തദ്ദേശ ഭരണവും, വിവരാധിഷ്ഠിത ആസൂത്രണം, കുടിവെള്ളം, കൃഷിയും അനുബന്ധ മേഖലകളും തുടങ്ങിയിട്ടുള്ള. ഇതിന് പുറമെ ഒന്നുകൂടിയുണ്ട്. കേരളത്തിലെ എല്ലാ സർവകലാശാല യൂണിയൻ ഭാരവാഹികളെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സർവകലാശാല യൂണിയനുകൾക്കും കോളേജ് യൂണിയനുകൾക്കും കൂടുതൽ സജീവമായിട്ട് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇവരുടെ സാന്നിധ്യത്തിൽ 16-ാം തീയതി നടക്കും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയാണ്. തദവസരത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായിരിക്കും. CP ജോണായിരിക്കും അടുത്ത ജനുവരി ആവുമ്പോഴേക്കും പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ജനകീയ ആസൂത്രണ പ്രവർത്തകരുടെ 3 വാല്യം വരുന്ന ഡയറക്ടറിയുടെ വിൽപ്പനയുടെ ഉദ്ഘാടനം നടത്താം. മുൻ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ച് ഉള്ള സമഗ്ര ഒരു പോർട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ നെടുനായകത്വം വഹിക്കുക ഈ പോർട്ടലായിരിക്കും.
ഇത് ജനകീയാസൂത്രണ കാലത്ത് പ്ലാനിംഗ് ബോർഡിലെ പ്ലാനിംഗ് സെല്ലിൻ്റെ ചുമതല പൂർണ്ണമായിട്ടും വഹിക്കുകയും സാക്ഷരതാ പ്രസ്ഥാനം മുതൽ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ജനകീയ പ്രസ്ഥാനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച VG മനമോഹൻ, അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടായിരിക്കും ഈ പോർട്ടൽ രൂപീകരിക്കുന്നത്. സാധാരണ സ്മാരകമായിട്ട് കെട്ടിടങ്ങളും മറ്റുമാണ് നിർമ്മിക്കാം. ഇവിടെ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള സുസ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പോർട്ടൽ തയ്യാറാക്കിയാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ജനകീയാസൂത്രണത്തെക്കുറിച്ചും അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും ലഭ്യമായിട്ടുള്ള മുഴുവൻ രേഖകളും ഇതിലുണ്ടാവും. ഒരു 1.25 ലക്ഷം പ്രിന്റഡ് പേജുകൾ, വികസന റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടാവും. ഉദാഹരണത്തിന് കേരളത്തിലെ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെയും 1996 മുതലുള്ള കണക്കുകൾ, ഓരോ വർഷത്തെയും കണക്കുകൾ ഈ പോർട്ടലിൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പലരുടെയും കയ്യിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ കൗതുകത്തിന് വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷന് വേണ്ടിയിട്ട് 5 വർഷം കൂടുമ്പോൾ ഈ കണക്കുകൾ കണക്ക് കൂട്ടാനെടുക്കും. കേന്ദ്രീകൃതമായിട്ടില്ലെങ്കിലും കണക്ക് കൂട്ടിയുടെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞങ്ങളിതൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ജനകീയാസൂത്രണത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും അവരൊക്കെ പറയണം, നിങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ പ്രവർത്തനം എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് എഴുതി തരൂ. ഒരു 200 വാക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് ഉണ്ടെങ്കിൽ തരൂ. ഒരു 5000 പേരുടെ ഇത്തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ ഫോട്ടോ സഹിതം ഇവിടെ ഉണ്ടാവും. ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ ചരിത്രമായി തീരുക. എല്ലാത്തിനും സെർച്ച് വേർഡ്സ് ഉണ്ടാവും. ഇനി കൃഷിയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് കാർഷിക മേഖലയിൽ ഇടപെട്ട ഉദ്യോഗസ്ഥർ ഇവരുടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഒരു ഓർഡർ കൊടുത്താൽ അത് മുഴുവൻ വരും. ഇതുപോലെ ഓരോ മേഖലയും കുറിച്ച് നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇതിലുണ്ടാവും. രണ്ടാമത്തെ ഭാഗം ഇന്നത്തെ സമകാലീന വാർത്തകൾ അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ച് അത് ഈ പോർട്ടലിൽ സ്ഥിരമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. സർക്കാർ അറിയിപ്പുകൾ, കാര്യങ്ങൾ, വിവിധ പഞ്ചായത്തുകൾ വിവരങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിവൃത്തി വരുത്താൻ നമുക്ക് ഈ പോർട്ടൽ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആഴ്ച തോറും വെബിനാർ ഉണ്ടാവും. കേരളത്തിലെ ഏത് തദ്ദേശ ഭരണ സ്ഥാപനത്തിനും അവർ ചെയ്ത നല്ല കാര്യം നാട്ടുകാരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേദിയൊരുക്കും, വീഡിയോ കാര്യങ്ങളും എല്ലാം. അതൊക്കെ പിന്നെ എല്ലാ കാലത്തേക്കുമായിട്ട് സൈബർ സ്പേസിൽ സൂക്ഷിക്കും. ഇങ്ങനെ ഒരു പോർട്ടൽ നടത്തണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്താൽ പോരാ, അതിന് സ്ഥിരം സംവിധാനം വേണം. അതുകൊണ്ട് കരകുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ കാലത്ത് ഏറ്റെടുത്ത പ്രൊജക്റ്റായിരുന്നു ഗ്രാമീണ പഠന കേന്ദ്രം. ആ ഗ്രാമീണ പഠന കേന്ദ്രത്തിലാണ് സുഹൃത് കുമാർ, വേറൊരു ജനകീയാസൂത്രണത്തിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരക ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലായിരിക്കും VG മനമോഹൻ്റെ ഓർമ്മക്കായിട്ടുള്ള ഈ പോർട്ടൽ, ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കണം. വെബ്സൈറ്റിൻ്റെ പേര് പീപ്പിൾസ് പ്ലാനിംഗ് സ്റ്റോറി ഓഫ് കേരള എന്നുള്ളതാണ്. ജനകീയാസൂത്രണം കേരളത്തിൻ്റെ കഥ. ഇത് നോക്കുന്നതിന് ചുരുങ്ങിയത് ഒരാൾ ഉയർന്ന പ്രൊഫഷണലും മറ്റൊരാൾ 2 പേര് സ്ഥിരമായിട്ട് അവിടെ നിയമിക്കും. അപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു 50-60 ലക്ഷം രൂപയുടെ മുതൽ മുടക്കുണ്ട്. പോർട്ടലിന് തന്നെ 15 ലക്ഷത്തോളം വരും.
പിന്നെ ഈ രണ്ടുപേർക്ക് മുടക്കമില്ലാതെ ശമ്പളം കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാവണം. അത് സ്വരാജ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങളെല്ലാവരും പത്രപ്രതിനിധികളല്ലേ, നിങ്ങളുടെ മാനേജ്മെന്റ് പറയണ അനുസരിക്കാൻ നിങ്ങൾ നിർബന്ധരല്ലേ? അത് പലപ്പോഴും മനസ്സിലാക്കാതാണ് നമ്മൾ പത്രപ്രവർത്തകരെയൊക്കെ, ഞാനിടയ്ക്കുള്ളവരൊക്കെ വിമർശിക്കുക. ആ സ്വാതന്ത്ര്യമൊന്നുമില്ല. മാനേജ്മെന്റ് പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കണം, അങ്ങനെയല്ലേ? മറിച്ച് ഏതെങ്കിലും ഇഷ്ടം പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുന്ന പത്ര മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ദേശാഭിമാനി അത് തന്നെ, ദേശാഭിമാനി മാനേജ്മെന്റ് പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയ പത്രം നടത്തണേ. പറഞ്ഞെന്താ? എഡിറ്ററല്ലേ തീരുമാനിക്കേണ്ട അവസാനം എന്ത് വാർത്ത വേണം വേണ്ട എന്നുള്ളത്. ഇത് വാർത്തയല്ല, അഭിപ്രായം പറയണ ലേഖനമാണ്. അപ്പൊ ഉചിതമായ സന്ദർഭമല്ല എന്ന് എഡിറ്റർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചല്ല അത് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഓർത്താൽ മതി, നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്, എന്തും പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ. ഒരു എഡിറ്റർ പാടില്ലെന്ന് പറഞ്ഞാൽ ഏയ് അതെന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ അംഗീകരിച്ചു കിട്ടുമെന്നൊക്കെ സ്വയം ആലോചിച്ചാൽ മതി. PM ശ്രീ കേരളം പങ്കാളിയാവുന്നതിനെ കടുത്ത എതിർപ്പായിരുന്നു UDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറ്റി. ഇത് BJPയും CPMും തമ്മിൽ ഒരു ഡീലുണ്ടെന്ന് സ്ഥാപിക്കുന്നതിനുള്ള തെളിവായിട്ടല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. CPMോ ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല, ഞങ്ങൾ ഇത് നടപ്പാക്കുന്നില്ല എന്നും പറഞ്ഞു. അത് LDFന്റെ തീരുമാനമാണ്. ഇപ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് LDF ഒന്നും ചെയ്തിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണം, കേന്ദ്രമല്ല ലിസ്റ്റ് ഉണ്ടാക്കണം, നമ്മൾ ചെയ്തിട്ടില്ല. എഗ്രിമെന്റ് സൈൻ ചെയ്യണം, ചെയ്തിട്ടില്ല. ഇതിനായിട്ടുള്ള പണമുണ്ട്, പണം മേടിച്ചിട്ടില്ല. അപ്പൊ LDF ഇതുമായിട്ട് മുന്നോട്ട് പോയില്ല. ഭരണത്തിൽ വന്ന UDF തുടക്കം മുതൽ ഇത് നടപ്പാക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അതിന് പറഞ്ഞതെന്താ? തൊടുന്യായം ഒപ്പിട്ടുപോയി, ഇനി മാറാൻ പറ്റില്ല. ഇതല്ലേ ആളാം പ്രതി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു MOUയിൽ ഒപ്പിട്ടിട്ടുണ്ട്, വേറൊന്നും ചെയ്തിട്ടില്ല, പിൻവാങ്ങണമെങ്കിൽ പിൻവാങ്ങാം. ഇനി ഒപ്പിട്ടാലും പിൻവാങ്ങി പിൻവാങ്ങാം. എന്താണെന്ന് PM ശ്രീ ഈ അന്തർദേശീയ കരാറുമല്ലോണത്? ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രം ആവിഷ്കരിച്ച് അവരുടെ മാനദണ്ഡപ്രകാരം സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന് നടപ്പാക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കണ്ട. ഏറ്റവും വലിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലേ തൊഴിലുറപ്പ്. 3 വർഷമായിട്ട് ബംഗാളിൽ 10 പൈസ കിട്ടിയിട്ടുണ്ട്. ബംഗാൾ നടപ്പാക്കുന്നില്ലല്ലോ. ബംഗാൾ നടപ്പാക്കാന്ന് പറഞ്ഞാലും കേന്ദ്രം പറയണത് ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് തരൂലെന്നാണ്. ഒരു കരാർ ഒപ്പിട്ടാൽ പോലും ഒരു സംസ്ഥാനം പറയണ് ഞങ്ങളുടെ അധികാരപരിധിപ്പെട്ടാണ്, ഞങ്ങൾ നടപ്പാക്കുന്നില്ല. ഇത് ക്രിമിനൽ കേസാന്ന് വിചാരിച്ചോ? കേന്ദ്രത്തിനാകെ പറയാൻ പറ്റുന്നത് ഞങ്ങൾ പണം തരൂലെന്നാ. അത് തന്നെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കരാർ എത്തിയിട്ടില്ല, MOU മാത്രമാണ്. എന്താ MOU? ധാരണാപത്രം. ഒരു കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്
MOU എന്ന് പറയുന്നത്. അതാണ് ഈ കേരളത്തിലെ മുഴുവൻ പേരോട് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി അടക്കം സകലവരും, സകല മന്ത്രിമാരും നേതാക്കന്മാരും കള്ളം പറയണം. അറിഞ്ഞുകൊണ്ടാണെന്ന്, അറിയാതെയല്ല. ഇത് നടപ്പാക്കാനുള്ള തൊടുന്യായം പറയരുത്. എന്നിട്ട് ഇപ്പൊ എന്താ പറയാൻ പോണേ? ഇപ്പൊ എന്താ പറയണേ? ന്യായം ഷംസുദ്ദീൻ എന്താ പറയാൻ പോണേ? പറയട്ടെ. അദ്ദേഹം ഇല്ലേ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു നടന്നത്. ഇപ്പൊ വഴിയുണ്ടല്ലോ. പ്രശ്നം ഇത് ഒറ്റപ്പെട്ടതല്ലെന്ന് സർവ മേഖലകളിലും UDF, ഈ UDF സർക്കാർ BJPക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധവളപത്രത്തിൽ കേന്ദ്രം പണം തരാഞ്ഞിട്ടല്ലേ ഈ പ്രശ്നം മുഴുവനും. വായ്പ എടുക്കുന്ന സമയത്ത് കേന്ദ്രം നിയമം മാറ്റിയിട്ടല്ലേ പ്രശ്നം മുഴുവനും. ഒരു വാക്കുണ്ടോ? എന്നിട്ടിപ്പോ കേന്ദ്രത്തോട് എന്താ ചെയ്യണേ? മുഖ്യമന്ത്രി ഡൽഹി പോയിട്ടെ 1% കൂടി വായ്പ എടുക്കാൻ ഞങ്ങൾ അനുവദിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടാ. മണിയടിച്ചാൽ 1% കൂടി കിട്ടും ധരിച്ചു. അത്രക്ക് ഭയങ്കര രാഷ്ട്രീയമാണ് UDFൻ്റെത്. ഇപ്പോഴെനിക്ക് പിടികിട്ടിയത് ഈ ധവളപത്രത്തിൽ ഒരു വാചകവും ഇല്ല. നയപ്രഖ്യാപനത്തിൽ ഈ കേന്ദ്രത്തിനെതിരായിട്ടൊരു വാചകമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ? മുഖ്യമന്ത്രിയും UDF നേതാക്കന്മാരും തീരുമാനിച്ചത് ഒന്നൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ ഒരു ലൈൻ എടുത്ത് നിന്ന് മണിയടിച്ചു കഴിഞ്ഞാൽ 1% കൂടുതൽ വായ്പ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം അങ്ങ് കടന്നു പോകാമെന്നുള്ളതാണ്. പണത്തിന് മേലൊരു പരന്തും പറക്കൂലെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, 3% വായ്പ എടുക്കാൻ അവകാശമുണ്ട്. കടം കൂടി കടം മേടിക്കുകയല്ല, ഞാനിഞ്ഞ് പണം പിരിച്ച് എന്താ നമ്മുടെ ഖജനാവ് നിറക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യണേ? നാട്ടുകാരോടൊന്നും പറയാതെ രഹസ്യമായിട്ട് നിർമ്മലാ സീതാരാമനോട് 3% പോരട്ടെ, ഞങ്ങൾക്ക് സ്വപ്പം പ്രയാസമുണ്ട്, 1% കൂടി വായ്പ. ഈ വായ്പയെ കുറിച്ചൊക്കെ വായിട്ടലച്ചതിനൊക്കെ വല്ല വിലയുണ്ടോ എന്ന്? ഈ നാട്ടിൽ മുഴുവൻ കടപ്പേടി ഉണ്ടാക്കിയവരെ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അത് VD സതീശനെ പോലുള്ള രാഷ്ട്രീയക്കാരും ഉണ്ട്, ഇവിടുത്തെ കുറച്ച് സാമ്പത്തിക വിദഗ്ധരും ഉണ്ട്. സംസ്ഥാന സർക്കാരിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമപ്രകാരം അനുവദിച്ച് കിട്ടുന്ന വായ്പ കൊണ്ട് കടക്കടയിലായി തീരുമെന്ന് പറഞ്ഞു നടന്നിരുന്നവരാണ്. അതാണ് കടക്കണി എന്ന് ഇവരും പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പൊ പോയി രഹസ്യമായിട്ട് നാട്ടിൽ പറഞ്ഞോ ഞാൻ 1% കൂടുതൽ വായ്പ എടുക്കാൻ പോയെന്ന്. മാസം 3 കഴിഞ്ഞുള്ളൂ, 12,000 കോടി വായ്പ എടുത്തുള്ള പണിയാണ്. ഞാൻ അതും പോരാഞ്ഞിട്ട് 1% കൂടി കൂടുതൽ. ഏതായാലും നിർമ്മലാ സീതാരാമൻ ഈ മണിയടിച്ചുകൊണ്ടൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ വന്ന വാർത്ത അത് പറ്റൂല എന്ന് പറഞ്ഞെന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം സംഖ്യകൾ ഭരിക്കാൻ കയറുകയല്ലേ? എങ്ങനെ 18 പേര് സംഖ്യകള് ഗാന്ധിജി യൂണിവേഴ്സിറ്റി വരുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് കാലത്താണെന്ന് RSS സംഘപരിവാറിന് സ്ഥാനമുണ്ടായിട്ടുള്ളത്? എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധം. ഇതുപോലെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാർഷിക സർവകലാശാല. ഗവർണർ സംസാരിക്കണം, സംസ്ഥാന സർക്കാരിൻ്റെ കൂടി നിലപാട് അറിഞ്ഞിട്ട് വേണം. ചോദിക്കുക പോലും ചെയ്യാതെ ഒരാളെ നിയമിച്ചിരിക്കുകയല്ലേ? ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമനത്തിനെതിരായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വാചകം പറഞ്ഞിട്ടുണ്ടോ? എന്താ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമം ഇപ്പൊ പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോണെന്നറിയോ? ഗവർണർ
നോമിനേറ്റ് ചെയ്യുന്ന ഒരു സമിതി വെച്ച് ആയിരിക്കും ഇനി സെലക്ഷൻ നടത്തുന്നത്. പരീക്ഷ നടത്തുന്നത് സർവകലാശാലയല്ല. പക്ഷെ നേരത്തെ ഇന്റർവ്യൂവിന് 30% മാർക്കുള്ളൂ, 70% മാർക്ക് പരീക്ഷക്കായിരുന്നു. ഇപ്പോഴത്തെ പുതിയ നിയമം വരാൻ പോണത് സെലക്ഷന് വേണ്ടി മാർക്ക്, പിന്നെ അവസാനം തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂവിനോ 100% അതിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരാ ഇന്റർവ്യൂ ബോർഡ്? ഈ ഗവർണർ നിശ്ചയിക്കുന്ന ആളുകൾ. ഒരു വാചകം പറയാൻ തയ്യാറുണ്ടോ ഒന്ന്? ഈ ഗവർണർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ട് പാടില്ല ഇനിമേല് എന്ന് പറഞ്ഞോ? അപ്പൊ PM-ശ്രീ ഒറ്റപ്പെട്ടൊരു കാര്യമല്ല കേട്ടോ. BJPക്ക് RSSന് കേരളത്തിൽ സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ലീഗ് അടങ്ങുന്ന ഈ UDF മന്ത്രിസഭ എന്നുള്ളത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.